നമസ്കാരം. ഗുഡ്നസ് ടി വി സസന്തോഷം ദമ്പതികൾക്കായി ഒരുക്കിയിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൻ്റെ രസകരമായ നിമിഷങ്ങളിലേക്ക്, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുമയോടെ ഒത്തുകൂടാം. ഒരുമയോടെ ഒത്തുകൂടാനായി നമ്മൾ 9ാമത്തെ ലെവലിലാണ് നമ്മൾ മാറ്റുരയ്ക്കാനായി വന്നിരിക്കുന്നത്. ഫൈനൽ വിദൂരമല്ല, തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. വളരെ വീറും വാശിയോടെ മത്സരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരുമയോടെയുള്ള ഒത്തുകൂടൽ ഒരനുഭവം നമുക്കെപ്പോഴും നമ്മുടെ പങ്കുവയ്ക്കലാവട്ടെ, ചിന്തയിലാവട്ടെ, എങ്ങനെയാവട്ടെ നമുക്കത് അനുഭവവേദ്യമാവുന്നു എന്നറിയുന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മളിത് വിഭാവനം ചെയ്യുമ്പോൾ നമ്മൾ കണ്ട ഒരു സ്വപ്നമുണ്ട്. അത് നമ്മളുടെ ഷെയറിങ്ങിലും നമുക്ക് ഈ 9ാമത്തെ ലെവൽ വരെ എത്തുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഐക്യവും ഇതെല്ലാമാണ് ഇതിൻ്റെ രസകരമായ കളിയും ചിരിയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴും ആത്യന്തികമായി നമ്മൾ ഉദ്ദേശിച്ചത് ദൈവം യോജിപ്പിച്ച ദാമ്പത്യം, അത് ഏറ്റവും ശുദ്ധമായി, സന്തോഷപ്രദമായി, സമാധാനപ്രദമായി മുൻപോട്ട് പോകണം എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ വളരെ സ്നേഹവും ഒക്കെ നമ്മൾ ആ ബോണ്ടിങ്ങും ഒക്കെ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഫൈനൽസിൻ്റെ ആ ടെൻഷനും എല്ലാവരുടെയും മുഖത്ത് കാണുന്നുമുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ 9th ലെവൽ ടോട്ടലി 3 എപ്പിസോഡ്സാണ്, 12 ടീംസ്. അതിൽ നിന്നും 4 കണ്ടസ്റ്റൻസ്, 4 ടീമായിരിക്കും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോവുക, ലോവസ്റ്റ് 4. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് സെമി ഫൈനൽസിലേക്കാണ്, പിന്നെ ഫൈനൽസ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ നമുക്കറിയാം, ആ ചെറിയ ഒരു ശ്രദ്ധ ഞാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമുക്കൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലെവലിൽ വളരെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പിന്നെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുക, ഇതിലാരാണ്, കാരണം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അത് എനിക്ക് പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിലാരാണ് വരുന്നത് എന്ന് തീക്ഷ്ണതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങളെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിൻ്റെ റൗണ്ട് 1. റൗണ്ട് 1 വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയുള്ള റൗണ്ടാണ്. ഇതിൽ നമ്മൾ ഒരു വചന ഭാഗം LED വാളിൽ ഇവിടെ കാണിക്കും. അതിന് താഴെയായി 4 ഓപ്ഷൻസ് ഉണ്ടാവും. വളരെ ഈസിയാണ്. ആ വചനഭാഗം ഏത് ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ആ വചനഭാഗം എടുത്തിട്ടുള്ളത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ഒരു വചനഭാഗം LED വാളിൽ നിങ്ങളെ കാണിക്കും. ആ വചനഭാഗം, അതിന് 4 ആൻസേഴ്സ് ഉണ്ട്. ആ ആൻസേഴ്സും താഴെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ വചനഭാഗം എഴുതിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ റൈറ്റ് ആയിട്ടാണ് ചൂസ് ചെയ്തു, നിങ്ങളുടെ ഓപ്ഷൻസ് റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും 50 പോയിൻറ്റ്സ്. 8 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മാക്സിമം 400 പോയിൻറ്റ്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന റൗണ്ടാണ് ഈ ഫസ്റ്റ് റൗണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ചാണ് ആൻസർ എഴുതുക. അവസാനം നമ്മൾ എത്ര ശരി എത്ര തെറ്റ് എന്ന് പരിശോധിക്കും. ഓക്കെ, റെഡിയാണല്ലോ? റെഡി? ഉണർവോടെ റെഡി? അതുപോരാ, റെഡി? ഓക്കെ, എങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കമ്പ്യൂട്ടറിനോട് നമുക്ക് ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്, ആദ്യ ചോദ്യം ഏതാണ്? നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഓപ്ഷൻസ്: ജെറമിയ, ഏശയ്യ, ജോയേൽ, എസെക്കിയേൽ. ഇതിലൊന്ന് ശരിയുത്തരമാണ്. ഏതാണ്? ഏത് ബൈബിളിലെ പുസ്തകത്തിൽ നിന്നാണ് ഈ വചനഭാഗം? വേഗം എഴുതണം. ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞാൽ ദ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകും. റെഡി?
കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, രണ്ടാമത്തെ ചോദ്യം ഏതാണ്? കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടത്തെ സ്തുതിക്കും. ഓപ്ഷൻ: സുഭാഷിതങ്ങൾ, സംഖ്യ, പുറപ്പാട്, വിലാപങ്ങൾ. ഇതിൽ ഒന്ന് ശരിയുത്തരമാണ്. ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ വചന ഭാഗം എടുത്തിട്ടുള്ളത്? സംസാരിക്കാം, പരസ്പരം ആലോചിക്കാം, എന്നിട്ടൊരു ഫൈനലായിട്ടുള്ള ആൻസറിലേക്ക് വരൂ. യെസ്, നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കമ്പ്യൂട്ടർ പ്ലീസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. പ്രഭാഷകൻ, ഏശയ്യ, സങ്കീർത്തനങ്ങൾ, വെളിപാട്. ഏതാണ് റൈറ്റ് ആൻസർ? വളരെ വേഗം എല്ലാവരും എഴുതുന്നുണ്ട്. കൃത്യമായി അറിയാമെന്ന് ധരിക്കുന്നു. കമ്പ്യൂട്ടർ പറഞ്ഞു തരൂ, നാലാമത്തെ ചോദ്യം ഏതാണ്? വിളവധികം, വേലക്കാരോ ചുരുക്കം, അതിനാൽ തൻ്റെ വിളവ് ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഏത് സുവിശേഷ ഭാഗത്ത് നിന്നാണ് ഈ വചനം വന്നിട്ടുള്ളത്? യെസ്, ഡിസ്കസ് ചെയ്യുന്നു, വളരെ വേഗത്തിൽ എഴുതുന്നു. ഞങ്ങൾക്ക് അഞ്ചാമത്തെ ചോദ്യം വേണം. കമ്പ്യൂട്ടർ പ്ലീസ്. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനം, വെളിപാട്, റോമാലേഖനം. യെസ്, നമ്മൾ പോകുന്നു ആറാമത്തെ ചോദ്യത്തിലേക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു, പ്രവാഹം എന്നെ വളഞ്ഞു. ഏശയ്യ, എസക്കിയേൽ, സക്കറിയ, യോന. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക്, സമുദ്ര മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു, പ്രവാഹം എന്നെ വളഞ്ഞു. 4-ൽ 1 ശരിയുത്തരമാണ്. ആലോചിക്കൂ, വേഗം എഴുതൂ. യെസ്, നമ്മൾ പോകുന്നു ഏഴാമത്തെ ചോദ്യത്തിലേക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ അത് കേട്ടില്ല, അവന്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. പുറപ്പാട്, നിയമാവർത്തനം, ലേവ്യർ, ഉൽപ്പത്തി. ഇതിലൊന്ന് ശരിയാണ്. ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ വചനഭാഗം? യെസ്, എട്ടാമത്തെയും അവസാനത്തെയും ചോദ്യം. കമ്പ്യൂട്ടർ പ്ലീസ്. കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, സുഭാഷിതങ്ങൾ. 4-ൽ 1 ശരി. ശരിയുത്തരം തന്നെ എഴുതാൻ ശ്രദ്ധിക്കൂ, ആലോചിക്കൂ. എട്ട് ചോദ്യങ്ങളും പൂർണ്ണമായി. 8 ഉത്തരങ്ങളും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ട്. അതിൽ എത്ര ശരി, പൂർണ്ണമായും ശരിയാണോ പൂർണ്ണമായും തെറ്റാണോ എന്ന് പരിശോധിക്കേണ്ട സമയമാണിത്. കമ്പ്യൂട്ടർ, ദ ഫസ്റ്റ് ആൻസർ. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായി തീരും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യെശയ്യ ആണ്. യെശയ്യ 1-ാം അധ്യായം 18-ാം വാക്യമാണ് അത്. ആരെല്ലാം ശരിയുത്തരം എഴുതിയിട്ടുണ്ട്? 3 ടീം കറക്റ്റായിട്ട് എഴുതി. പിഷോൺ, യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രസ്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. കമ്പ്യൂട്ടർ പ്ലീസ്. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടത്തെ സ്തുതിക്കും. പുറപ്പാടാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. പുറപ്പാട് 15-ാം അധ്യായം 2-ാമത്തെ വാക്യമാണത്. ആരെല്ലാം ശരിയുത്തരം? ആരുമില്ല. ആരും ശരിയുത്തരം അതിന് പറഞ്ഞിട്ടില്ല. 3-ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരുന്നു? മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. പ്രഭാഷകൻ എന്നാണ് എഴുതേണ്ടിയിരുന്നത്.
പ്രഭാഷകൻ 4:28 ആ വചനം. ആരെല്ലാം? ശരി ഉത്തരം. ടീം പിഷോൺ, ഗിഹോൺ ആൻഡ് ടൈഗ്രസ്. 3 ടീം കറക്റ്റായിട്ട് എഴുതി. 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ തൻ്റെ വിളവ് ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. മത്തായി എന്നാണ് എഴുതേണ്ടിയിരുന്നത്. ശരി ഉത്തരം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-ാമത്തെ വാക്യമാണത്. ആരെല്ലാം ശരി ഉത്തരം എഴുതി? ടീം യൂഫ്രട്ടിസ്. ടീം യൂഫ്രട്ടീസ് മാത്രമാണ് ശരി ഉത്തരം എഴുതിയിട്ടുള്ളത്. 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 11-ാമത്തെ വാക്യമാണത്. ആരെല്ലാമാണ് ശരി ഉത്തരം എഴുതിയിട്ടുള്ളത്? ടീം പിഷോൺ ആൻഡ് ടൈഗ്രസ്. യെസ്, റൈറ്റ്. നമ്മൾ പോകുന്നു 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. പ്ലീസ് കമ്പ്യൂട്ടർ. അവിടുന്ന് എന്നെ ആഴത്തിലേക്ക് സമുദ്ര മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു. യോന എന്നുള്ളതാണ് ശരിയുത്തരം. യോനായുടെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യമാണത്. ആരെല്ലാം ശരിയുത്തരം എഴുതിയിട്ടുണ്ട്? 4 ടീമും ശരിയുത്തരം എഴുതിയിരിക്കുന്നു. നമ്മളിനി പോകുന്നു 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. കമ്പ്യൂട്ടർ പ്ലീസ്. കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ, നിങ്ങൾ അത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. ഉൽപ്പത്തി എന്നാണ് ശരിയുത്തരം എഴുതേണ്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 42-ാം അധ്യായം 22-ാമത്തെ വാക്യമാണത്. ആരെല്ലാം ശരിയുത്തരം എഴുതിയിട്ടുണ്ട്? ടീം ടൈഗ്രസ്. ടൈഗ്രിസ് മാത്രമാണ് അതിന് ശരിയുത്തരം എഴുതിയിട്ടുള്ളത്. 8ാമത്തെയും അവസാനത്തെയും ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? കർത്താവിനെ പാടി സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. പുറപ്പാട് എന്നുള്ളതാണ് ശരിയുത്തരം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 21-ാമത്തെ വാക്യമാണത്. ആരെല്ലാമാണ് ശരിയുത്തരം എഴുതിയിട്ടുള്ളത്? ടീം ടൈഗ്രിസ് മാത്രം. ടൈഗ്രിസ് മാത്രമാണ് വീണ്ടും അതിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ ടീം പിഷോൺ വിത്ത് 4 റൈറ്റ് ആൻസേഴ്സ് യു സ്കോർ 200 പോയിന്റ്സ്. ടീം ഗിഹോൺ വിത്ത് 2 റൈറ്റ് ആൻസേഴ്സ് യു സ്കോർ 100 പോയിന്റ്സ്. Team Euphrates with 3 right answers, you score 150 points. And Team Tigris with 6 right answers, you score 300 points. ഏദൻ തോട്ടം ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ 8, 9, 10 റൗണ്ടുകളിൽ മാറ്റുരയ്ക്കുന്ന ദമ്പതികളുടെ വീട്ടിലെ കാഴ്ചകളുമായി വീട്ടുവിശേഷം. കുഞ്ഞു മോണ കാട്ടിച്ചിരിക്കുന്ന ഈ സുന്ദരിക്കുട്ടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇവൾ മനു ലിബി ദമ്പതികളുടെ 2ാമത്തെ മകൾ. ഇവൾ ഇതിനു മുൻപ് തന്നെ ഏദൻ തോട്ടത്തിന്റെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അമ്മയായ ലിബിയുടെ ഉദരത്തിലായിരുന്നു എന്ന് മാത്രം. തൃശൂർ ചേരുംകുഴി സ്വദേശികളായ മനുവും ലിബിയും ജോലി സംബന്ധമായി ഇപ്പോൾ കാലടിയിലാണ് താമസം. മനുവും ലിബിയും നേഹ, നീരൽ എന്ന 2 കുഞ്ഞുമക്കളുമടങ്ങുന്ന കൊച്ചുകുടുംബം. മലയാറ്റൂർ ടോളിൻസ് വേൾഡ് സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി ജോലി നോക്കുകയാണ് മനു. ലിബി വീട്ടമ്മയും. മനുവിനെ പ്രേക്ഷകർ ഓർക്കുന്നത് ചെറിയ ചെറിയ മെന്റലിസം ട്രിപ്പുകൾ കൊണ്ടായിരിക്കാം. ഏദൻ തോട്ടത്തിൽ താൻ പങ്കെടുത്ത ഏകദേശം എല്ലാ എപ്പിസോഡിലും
എന്തെങ്കിലും ഒരു മെന്റലിസം ഐറ്റം പെർഫോം ചെയ്യാൻ മനു ശ്രമിച്ചിരുന്നു. ഫ്ളാറ്റ് ജീവിതത്തിന്റെ ഭാഗമെന്നോണം ഇന്റീരിയർ പ്ലാന്റ് പരിചരണവും പാചക പരീക്ഷണവുമൊക്കെ നടത്തുന്ന ഇവർ ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നു. ചേരുംകുഴി സെയിൻറ് ജോസഫ് പള്ളി ഇടവക അംഗങ്ങളാണെങ്കിലും ഇപ്പോൾ താമസം കാലടിയിലായതുകൊണ്ട് സെയിൻറ് ജോർജ് പള്ളിയിലെ അംഗങ്ങളാണ്. ഇടവക ജനത്തെ വിശ്വാസ തീഷ്ണതയിൽ വളർത്തുവാൻ അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഫാദർ ജോൺ പൊതുവയാണ് ഇവരുടെ വികാരിയച്ഛൻ. ഞാൻ ഫാദർ ജോൺ പുതുവ, കാലടി സെൻറ്റ് ജോർജ് പള്ളി വികാരിയാണ്. ഗുഡ്നസ് ടി വിയിലെ ഏദൻ തോട്ടം എന്ന പ്രോഗ്രാം വളരെ മനോഹരമാണ്. ദമ്പതികളെ പങ്കെടുപ്പിച്ച് ബൈബിളിലെ ഗെയിമുകൾ ഉൾപ്പെടെ വിവിധ പ്രോഗ്രാമുകളിലൂടെ ദമ്പതികൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പ്രോഗ്രാമാണ് ഏദൻ തോട്ടം. അത് വളരെ ഏറെ ആകർഷകമാണ്. ഒട്ടേറെ പേര് ഈ ഇടവകയിലും കാണുന്നൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ഈ ഇടവകയിൽ നിന്നുള്ള മനുവും ലിബിയും പങ്കുകൊള്ളുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മനുവും ലിബിയും വളരെ ആക്റ്റീവായിട്ട് ഈ ഇടവകയിൽ പ്രവർത്തിക്കുന്നു. മനു വർക്ക് ചെയ്യുന്ന ടോളിൻസ് ഇൻ്റർനാഷണൽ സ്കൂൾ, അവിടെ വിശുദ്ധ കുർബാനയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ എല്ലാം അറേഞ്ച് ചെയ്യുന്നത് മനുവാണ്. ആത്മീയ ജീവിതത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെയും വളരെ സജീവമാണ് മനുവും ലിബിയും. എല്ലാ വിജയങ്ങളും മനുവിനും ലിബിക്കും ആശംസിക്കുന്നു. ഗുഡ്നസ് ടി വിയുടെ ഏദൻ തോട്ടം എല്ലാവരും കണ്ടിരിക്കേണ്ട മനോഹരമായൊരു പ്രോഗ്രാമാണ്. കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന, കുടുംബങ്ങളാണ് ഏറ്റവും വലുത്, സഭയുടെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കി തരുന്ന, ദമ്പതികൾ ഒന്നിക്കുന്ന മനോഹരമായൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് എല്ലാ വിജയങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഏദൻ തോട്ടത്തിന്റെ 9ാം റൗണ്ടിൽ എത്തി നിൽക്കുന്ന മനുവിനും ലിബിക്കും എല്ലാവിധ വിജയാശംസകളും. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 2. 2ാം റൗണ്ട് ആയപ്പോൾ ഒരു മാറ്റം നമ്മുടെ ഈ എപ്പിസോഡിൽ വന്നിട്ടുണ്ട്. ഭർത്താക്കന്മാരെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ, ഭാര്യമാർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ചെയറുണ്ട്. ഇവിടെ 2 ബോർഡ്സ് നമ്മളിവിടെ വച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു യു ആൻഡ് മീ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, നീ ഞാൻ. ഓക്കെ, ഇത് എന്തിനാണ് ഇവിടെ വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു സംഭവമാകാം, ഒരു ഇഷ്ടമാകാം, അതേക്കുറിച്ചുള്ള ഒരു ചോദ്യം ചോദിക്കും. അതിൽ കൂടുതൽ ഇഷ്ടം ആർക്കാണ്, അല്ലെങ്കിൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ആ ചോദിക്കുമ്പോൾ ഭർത്താവ് പറയുകയാണ്, ഇപ്പോൾ പട്ടിക്കുട്ടിയെ എനിക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഒരു ചോദ്യം അങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഭർത്താവ് ഇവിടെ ഇരുന്ന് പറയുകയാണ്, എനിക്കാണ് ഇഷ്ടം, മീ എന്ന് കാണിച്ചാൽ ഭാര്യ അവിടെ നിന്ന് യെസ് സമ്മതിച്ച് യു എന്ന് സപ്പോർട്ട് ചെയ്യണം. ഭാര്യയും പറയുകയാണ് മീ, എനിക്ക് തന്നെയാണ് പട്ടിയെ ഇഷ്ടം, ഭർത്താവും പറയുന്നു മീ. അങ്ങനെ വരുമ്പോൾ 2 പേരും ഒരേ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ ആൻസർ റോങ് ആവും.
ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരാൾ പറയുന്ന കാര്യത്തിന് മറ്റേയാൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൗണ്ടാണിത്. നിങ്ങൾ ഓരോ ടീമിനോടും നമ്മൾ 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഓരോ റൈറ്റ് ആൻസറിനും 100 പോയിന്റ്സ്. ടോട്ടൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് 500 പോയിന്റ്സ് ആണ്. റെഡിയാണല്ലോ? റെഡി? നിങ്ങൾ ഇരിപ്പ് കാണുമ്പോൾ എനിക്കൊരു സങ്കടമാണ് വരുന്നത്. അങ്ങനെ എനിക്കൊരു റെഡി ഫീൽ വരുന്നില്ല. റെഡി? നോ ഓളിയത്തിൽ. റെഡി? റെഡി. ഓക്കെ, എങ്കിൽ ആദ്യം വരുന്നു ടീം ടൈഗ്രീസ്. ടീം ടൈഗ്രീസ് പ്ലീസ് കം. നിങ്ങളാണ് നിങ്ങളുടെ പൊരുത്തം പരിശോധിക്കാനായി ആദ്യം വരുന്നത്. എത്ര യു വർഷം? ആൻഡ് മീ. എത്ര വർഷമായി? എത്ര വർഷത്തെ ദാമ്പത്യമാണ്? 30. 30 വർഷത്തെ ഞങ്ങൾ ദാമ്പത്യം. നോക്കട്ടെ എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. യെസ്, ഇരിക്കുന്നു. നിങ്ങളെ ഉത്തരം പറയാൻ റെഡിയായിട്ടിരിക്കുകയാണ്. മനപ്പൊരുത്തം വെളിപ്പെടുത്താൻ റെഡിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ആദ്യ ചോദ്യം: ആർക്കാണ് അടുക്കും ചിട്ടയും കൂടുതലുള്ളത്? കൂടുതലുള്ളത് ആർക്കാണ്? യെസ്, അത് ഭാര്യയ്ക്കാണ് എന്ന് ഭർത്താവ് സമ്മതിച്ചു. റൈറ്റ് ആൻസർ. കൃത്യമായിട്ട് തന്നെ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞു. കാർഡ് താഴ്ത്തു വയ്ക്കാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: ഷോപ്പിങ്ങിൽ താല്പര്യം കൂടുതലുള്ളത് ആർക്കാണ്? യെസ്, അതും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. അത് ഭാര്യയ്ക്കാണ് താല്പര്യം കൂടുതൽ. കൃത്യമായി തന്നെ അത് പറഞ്ഞു. ആൻസർ ഈസ് റൈറ്റ്. തേർഡ് വൺ: മറവി കൂടുതലുള്ളത് ആർക്കാണ്? മറവി കൂടുതൽ ആർക്കാണ്? യെസ്, അതും വളരെ കൃത്യമായി പറഞ്ഞു. മനപ്പൊരുത്തം വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഉത്തരവും ശരിയാണ്. നാലാമത്തെ ചോദ്യം: ജീവിതത്തെ പറ്റിയുള്ള കണക്ക് കൂട്ടൽ കൂടുതലുള്ളത് ആർക്കാണ്? കൂടുതലുള്ളത് ആർക്കാണ്? യെസ്, പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ തത്ത കാർഡ് എടുക്കുന്നത് പോലെ കൃത്യമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. റെഡി? റെഡി. കറക്റ്റ്. വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. അഞ്ചാമത്തെ: പക്ഷി മൃഗാദികളെ കൂടുതൽ ഇഷ്ടമുള്ളത് ആർക്കാണ്? യെസ്, റൈറ്റ്. 5 ഉത്തരവും കൃത്യമായി തന്നെ പറഞ്ഞു. ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ് കൃത്യമായി 30 വർഷത്തെ ദാമ്പത്യത്തിന്റെ ആ വഴിത്താരയിൽ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ, നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പൂർണ്ണമായും അത് മാർക്ക് മേടിക്കാൻ കഴിഞ്ഞു. വെരി ഗുഡ്. അവർക്ക് എത്ര മാർക്കാണ് അപ്പോൾ? ഇവർക്ക് ലഭിക്കുന്നു 500 പോയിന്റ്സ്. ആദ്യ ടീം ടൈഗ്രിസിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടു. നമ്മൾ ഇനി പോകുന്നു ടീം ഗിഹോൺ. ടീം ഗിഹോൺ, നിങ്ങൾക്കുള്ള മനപ്പൊരുത്തം വെളിവാക്കേണ്ട സമയമാണിത്. പ്രീതി, പ്ലീസ് കംഫോർട്ട്. ഇരുന്നോളൂ. എങ്ങനെയാണ് അത് നിങ്ങളത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ആദ്യ ടീം കളിച്ചപ്പോൾ. ഇത് എത്ര വർഷത്തെ ദാമ്പത്യമാണ്? 18 വർഷത്തെ നോക്കാം. ദാമ്പത്യം. നമുക്ക് എങ്ങനെയാണ് ആ പൊരുത്തങ്ങൾ മനസ്സിലായത്, ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലായത്, നമ്മളത് പരിശോധിക്കുകയാണ്. റെഡി? പ്രീതി റെഡിയല്ലേ? ഓക്കെ. ആദ്യ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ജന്മദിനം, വിവാഹ വാർഷിക ദിനം തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ ഓർത്തിരിക്കുന്നത് ആരാണ്? കൃത്യമായി തന്നെ പറഞ്ഞു. അത് പ്രീതിയാണ്. സമ്മതിച്ചു. കൃത്യമായി തന്നെ ആൻസർ. ദ ആൻസർ ഈസ് റൈറ്റ്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം: ശാന്തശീലം കൂടുതലുള്ളത് ആർക്ക്? ശാന്തശീലം. ഓ, കൃത്യമായി തന്നെ പറഞ്ഞു. ഇറ്റ്സ് മീ. വീണ്ടും പറഞ്ഞു. പ്രീതി അത് ശരിവെച്ചു. റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം: ഡ്രസ്സിംഗ് സെൻസ് കൂടുതലുള്ളത് ആർക്കാണ്? ഡ്രസ്സിംഗ് സെൻസ് ആർക്കാണ് കൂടുതൽ? യെസ്, അത് പ്രീതിക്കാണ് ആ സെൻസ് കൂടുതലുള്ളത്. അത് ഭർത്താവ് സമ്മതിച്ചു. ഗുഡ്. നാലാമത്തെ ചോദ്യം: ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്? ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്? യെസ്, അതും ശരിയായി തന്നെ പറഞ്ഞു. നാലാമത്തെ ചോദ്യവും ശരിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങളിൽ ആർക്കാണ് തൊട്ടാവാടി സ്വഭാവം കൂടുതലുള്ളത്? തൊട്ടാവാടി സ്വഭാവം ആർക്കാണ് കൂടുതലുള്ളത്? ഒരു പരിങ്ങല്ലാണ്.
ഒരു പരിങ്ങലുമില്ല, കൃത്യമായി തന്നെ അതിനും ഉത്തരം പറഞ്ഞു. റൈറ്റ് ആൻസർ. യെസ്, 18 വർഷത്തെ ദാമ്പത്യം, പഠിപ്പിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് 5 ചോദ്യത്തിനും കൃത്യമായി ഉത്തരം പറഞ്ഞു. ഇനിയൊരു ഗോൾഡൻ ഷെയ്ക്കാൻ്റെ കൊടുത്ത് സന്തോഷത്തിൽ. ഓക്കെ, റെഡി, ഗുഡ്. ഇവർക്ക് ലഭിക്കുന്നു 500 പോയിന്റ്സ്. രണ്ട് ടീമും മുഴുവനായി ശരി ഉത്തരം പറഞ്ഞു. ഇനി വരുന്നു ടീം പിഷോൺ. ടീം പിഷോൺ വരുന്നു. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. നിങ്ങളുടെ എത്ര വർഷത്തെ ദാമ്പത്യമാണ്? 2.5 വർഷത്തെ ദാമ്പത്യം. നമുക്കത് എങ്ങനെ ആ വഴിത്താരകൾ മുൻപോട്ട് നീങ്ങി മനസ്സിലാക്കാൻ കഴിഞ്ഞു അറിയാൻ പോകുന്നു. ആദ്യ ചോദ്യം: വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിൽ കൂടുതൽ താല്പര്യം ആർക്കാണ്? രണ്ട് പേരും സെയിം കാർഡ് ഉയർത്തിയത് കൊണ്ട് ആ ആൻസർ റോങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യു ആണ് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യ ചോദ്യം അതിൻ്റെ ഉത്തരം തെറ്റിപ്പോയി. രണ്ടാമത്തെ ചോദ്യം: പിണങ്ങിയാൽ ആദ്യം ഇണങ്ങുന്നത് ആരാണ്? ശ്രദ്ധിച്ചെടുക്കൂ. വീണ്ടും തെറ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് പേരും മീയാണ് എടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം: ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളത് ആർക്കാണ്? ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങളിൽ ആർക്കാണ്? യെസ്, റൈറ്റ് ആൻസർ. അത് മീ എന്ന് പറയുമ്പോൾ അത് സപ്പോർട്ട് ചെയ്തു. അത് കറക്റ്റായി തന്നെ പറഞ്ഞു. ആദ്യ ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം: ദാനശീലം കൂടുതലുള്ളത് ആർക്കാണ്? ദാനശീലം ആർക്കാണ്? കൊടുക്കുന്നതിൽ താല്പര്യം, മടിയില്ലാതെ. രണ്ടുപേരും മീ എന്ന് പറഞ്ഞു. അത് ഉത്തരം തെറ്റിപ്പോയി. ശ്രദ്ധിച്ച് കളിക്കൂ. അഞ്ചാമത്തെ ചോദ്യം: കൂടുതൽ ഓർമ്മശക്തിയുള്ളത് ആർക്കാണ്? കൂടുതൽ ഓർമ്മശക്തി അത് ആർക്കാണ്? യെസ്, അത് കൃത്യമായി തന്നെ പറഞ്ഞു. ഇവിടുന്ന് യു പറഞ്ഞു, മീ എന്ന് ഭാര്യ അത് അക്സെപ്റ്റ് ചെയ്തു. 2 ശരി ഉത്തരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. എന്താണ് ആ ക്ഷമയുടെ എന്താണ്? എനിവേ, നമുക്ക് ഷെയ്ക്കാൻ കൊടുക്കാം. 2 ശരി ഉത്തരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. 200 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടിസ്. ടീം യൂഫ്രട്ടീസ്. ബെന്നി, യെസ്, റെഡിയല്ലേ? ഇരിക്കൂ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യൂ. കാർഡ് എടുക്കുമ്പോൾ വെറുതെ ഒരു കാർഡ് എടുക്കുക, പെട്ടെന്ന് തീർക്കുക എന്നുള്ളതല്ല. അത് ചോദ്യം മനസ്സിരുത്തി ആ ഇഷ്ടാനിഷ്ടങ്ങൾ എങ്ങനെയാണ്. നിങ്ങളുടെ ദാമ്പത്യം എത്ര വർഷമാണ്? 7 വർഷം. ഓക്കെ, നിങ്ങൾക്കുള്ള ആദ്യ ചോദ്യം: നിങ്ങളിൽ ആരാണ് കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്നത്? കൂടുതൽ സമയം ബൈബിൾ വായിക്കുന്നത് ആരാണ്? രണ്ട് പേരും യു യു എന്ന് തന്നെയാണ് കാർഡ് എടുത്തത്. അതുകൊണ്ട് തെറ്റിപ്പോയി. ആദ്യ ഉത്തരം തെറ്റാണ്. ശ്രദ്ധിച്ച് കളിക്കൂ. രണ്ടാമത്തെ ചോദ്യം: സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ളത് ആർക്കാണ്? സ്പോർട്സിൽ ആലോചിച്ച് കാർഡ് എടുക്കൂ. സ്പോർട്സിൽ ആർക്കാണ് താല്പര്യം കൂടുതൽ? വീണ്ടും രണ്ടും പേര് മീ എന്ന് എടുത്തു. എനിക്കാണ് താല്പര്യം എന്നവർ വാദിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ആരാണ് ജോലികൾ വേഗത്തിൽ ചെയ്തു തീർക്കുന്നത്? വേഗത്തിൽ ജോലി ചെയ്ത് തീർക്കുന്നത് ആരാണ്? യെസ്, അത് സപ്പോർട്ട് ചെയ്തു. യു ആണ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടി. ദ ആൻസർ ഈസ് റൈറ്റ്. ആദ്യത്തെ ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം: മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്? മധുരം ആർക്കാണ്? യെസ്, അത് ഭാര്യയും സപ്പോർട്ട് ചെയ്തു. താങ്കൾക്ക് തന്നെയാണ് മധുരം കൂടുതൽ ഇഷ്ടം. രണ്ടാമത്തെ ശരി ഉത്തരം വന്നു. അവസാനത്തെ ചോദ്യം, അഞ്ചാമത്തെ: SSLCക്ക് കൂടുതൽ മാർക്ക് ലഭിച്ചത് ആർക്കാണ്? ആർക്കാണ്? യെസ്, അതും സപ്പോർട്ട് ചെയ്തു. ഭാര്യയ്ക്ക് തന്നെ. ബെന്നിക്ക് അതിൽ യാതൊരു ശങ്കയുമില്ല പറയാനായിട്ട്, അല്ലേ? ഓക്കെ, 7 വർഷത്തെ ദാമ്പത്യം, 3 ശരി ഉത്തരങ്ങൾ. ഇങ്ങോട്ട് തിരിഞ്ഞ് അവർ ചെയ്ത പോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്
അതെ അതെ. സ്പോർട്സ് എന്താ ചെയ്യണേ? ബൈബിള് നേരെ വായിക്കാറ്. സ്പോർട്സ് ഞാനല്ലേ എവിടെയെങ്കിലൊക്കെ ചാടി കയറാൻ. പോത്തിന്റെ പുറകെ ഓടിയത് ചേട്ടനല്ലേ? അത് സാഹചര്യം വന്നപ്പോ അല്ലെങ്കിൽ ഓടില്ല. സ്പോർട്സ് ആർക്കാണ് ശരിക്കും? രണ്ടാളും പങ്കെടുക്കാറില്ല. എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ക്രിക്കറ്റ് കളി കാണും. ആളോ? ഞാൻ എല്ലായിടത്തും ചാടി കയറാറുണ്ട്. അപ്പൊ പറയാറില്ല. സ്പോർട്സ് ആവില്ലല്ലോ. അല്ല എന്ത് ചെയ്യേ ഓടി ചാടൊക്കെ ചെയ്യണ ഞാനായിരുന്നു. അതെന്നെ പറയുന്നു വിചാരിച്ചേ. 7 വർഷത്തെ ദാമ്പത്യത്തിൽ 3 ശരി ഉത്തരങ്ങൾ. 3 ശരി ഉത്തരങ്ങൾ. ഇവർക്ക് ലഭിക്കുന്നു 300 പോയിന്റ്സ്. നമ്മുടെ സെക്കൻഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ സ്കോർസ് ഇങ്ങനെയാണ്. ടീം ഗിഹോൺ ആൻഡ് ടൈഗ്രസ് വിത്ത് 500 പോയിന്റ്സ്. ടീം പിഷോൺ വിത്ത് 200 പോയിന്റ്സ്. And Team Euphrates with 300 points. കണ്ടോ, ഇവിടെ ഇതാ ഒരു കലാകാരൻ തൻ്റെ കലാവിരുത് തെളിയിക്കാനുള്ള അക്ഷീണ പരിശ്രമത്തിലാണ്. ഈ ചിത്രം കണ്ട് നിങ്ങൾക്ക് ആളെ തിരിച്ചറിയാനായാൽ ഇദ്ദേഹത്തിൻ്റെ പരിശ്രമം വിജയിച്ചു എന്ന് കരുതാം. ഇത് ഏദൻ തോട്ടം ദമ്പതികളായ ജോസഫ് എലുവത്തെങ്കിലും ഭാര്യ റോഷ്നിയും. ഹായ്, എൻ്റെ പേര് ജോസഫ്, ഇതെൻ്റെ വൈഫ് റോഷ്നി, ഇതെൻ്റെ അപ്പച്ചൻ വറീദ്, ഇത് എൻ്റെ അമ്മ ത്രേസ്യ, മകൻ ആൽഫ്രഡ്, മകൻ അലക്സ്, രണ്ടാമക്കളാണ്. പാലിയേക്കരയിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്ന ജോസഫും വീട്ടമ്മയായ റോഷ്നിയും അപ്പനും അമ്മയും 2 മക്കളുമടങ്ങുന്ന ഈ കുടുംബം തൃശൂർ ജില്ലയിലെ ചിറ്റിശ്ശേരിയിലാണ് താമസം. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് സംഗീത ലോകത്ത് പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ആൽഫ്രഡ് എന്ന ഈ കൊച്ചുമിടുക്കൻ. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാൻ, പാട്ടിൻ്റെ ഈണം നീയാണ്, കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. അപ്പനും അമ്മയും കുട്ടികൾക്കുമൊപ്പം ദൈവാശ്രയബോധത്തിലും ദൈവപരിപാലനയിലും ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിതത്തിൽ മുന്നേറുകയാണ് ഈ കുടുംബം. ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം, ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ഈ രൂപങ്ങളൊക്കെ ജോസഫ് കൊത്തിയൊരുക്കിയവയാണ്. കൂടാതെ ലോക്ക്ഡൗൺ കാലത്ത് ഒരു നേരമ്പോക്കിനെന്നോണം മെനഞ്ഞെടുത്ത ഈ മിനിയേച്ചറുകളും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കലാകുടുംബം തന്നെ എന്നു പറയാം. റോഷ്നിയാകട്ടെ ഇന്റീരിയർ പ്ലാന്റ്സിന്റെ ഒരു ശേഖരം തന്നെ ഇവിടെ പരിപാലിച്ചു വരുന്നു.
തൃശൂർ ചിറ്റിശ്ശേരി സെയിന്റ് മേരീസ് ഇടവകാംഗമായ ഇവർ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമാണ്. ഇടവക ജനത്തിന് എല്ലാവിധ പിന്തുണയും നൽകി ഇവിടുത്തെ വികാരി ഫാദർ ജോബ് പടയാട്ടിൽ ഇടവക ജനത്തോട് ചേർന്ന് നിൽക്കുന്നു. ഗുഡ്നസ് TV-യുടെ ഏദൻ തോട്ടം എന്ന പേരിലുള്ള കപ്പിൾസ് റിയാലിറ്റി ഷോ ഞാൻ 1-2 എപ്പിസോഡുകളൊക്കെ കണ്ടിരുന്നു. അതിന് കാണാനുള്ള കാരണം ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് 3 ജോഡി കപ്പിൾസ് അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ അതിലെ എൻ്റെ കൈക്കാരനായിരുന്ന ജോസഫും റോഷിനിയുടെയും ടീം പല എപ്പിസോഡുകൾ പിന്നിട്ടിട്ട് അവരുടെ ഫൈനൽ റൗണ്ടിലേക്ക് കടക്കാനുള്ള പ്രയാണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഈ ജോസഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്കാരനായിരുന്നല്ലോ. എലിവത്തിങ്കിൽ ജോസഫും അതുപോലെ തന്നെ റോഷിനിയും ഈ പള്ളിയിലത്തെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ ഞാനൊരു അംഗം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെയും റോഷിനിയുടെയും പരിപാടി കാണുക എന്നുള്ളത് തന്നെ വളരെ ഒരു ആവേശമുള്ള കാര്യമാണ്. അത് ചിറ്റിശ്ശേരിക്കാർക്ക് മുഴുവനും വലിയൊരു ആവേശമായിരുന്നു ജോസഫിൻ്റെയും റോഷിനിയുടെയും പരിപാടി ഈ ഏദൻ തോട്ടം ഗുഡ്നസ്സിൽ കാണുക എന്നുള്ളത്. അവർ ഓരോ പ്രാവശ്യവും ജയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സന്തോഷം കൊണ്ട് മതി മറക്കാറുണ്ട്. അപ്പോൾ ജോസഫിനും റോഷിനിക്കും അതുപോലെ തന്നെ ഗുഡ്നസ് TV-ക്കും അതുപോലെ തന്നെ ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ഈ കപ്പിൾസ് റിയാലിറ്റി ഷോയ്ക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ക്രിസ്മസ് നവത്സര ആശംസകളോടെ ചിറ്റിശ്ശേരി പള്ളിയിൽ നിന്ന് ജോബച്ചൻ. ഏദൻ തോട്ടത്തിലെ നിറസാന്നിധ്യമായിരുന്ന ഈ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ പോകുന്നു ഏദൻ തോട്ടത്തിലെ റൗണ്ട് 3. റൗണ്ട് 3 ഇതൊരു രസകരമായ ഒരു ഗെയിമാണ്. ഇത് ഭാഗ്യം തുണച്ചാൽ നമുക്ക് വളരെ നന്നായി മുഴുവൻ മാർക്കും മേടിക്കാൻ കഴിയും, തർക്കമില്ല. ഇതവിടെ ആ ബക്കറ്റിൽ പല നിറത്തിലുള്ള ചെറിയ പ്ലാസ്റ്റിക് ബോൾസ് വച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ പെട്ടിയുടെ ഇപ്പുറത്ത് നിന്ന് എറിഞ്ഞ് ഇവിടെ ബാസ്ക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. അതിൽ നമ്മൾ ആ ബക്കറ്റിൽ 30 ബോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ 6 എണ്ണം മാത്രമാണ് നിങ്ങൾ അതിൽ ബാസ്ക്കറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 1 മിനിറ്റ് ആണ്. 30 ബോൾസ് 1 മിനിറ്റ്. ഓരോ ബോളും ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 100 പോയിൻറ്റ്സ്. മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക 600 പോയിൻറ്റ്സ് ആണ്. 600 പോയിൻ്റ്, ഒരു ബോളിന് 100 പോയിൻ്റ് വെച്ച് ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ ഇടാം, 2 പേർക്കും ചേർന്നിടാം. സമയം ശ്രദ്ധിക്കുക, 1 മിനിറ്റാണ്. റൈറ്റ്, ശരി. ആദ്യം നമുക്ക് ടീം പിഷോൺ മുൻപോട്ട് വരിക. നിങ്ങളാണ് ഈ ഗെയിം ആദ്യം കളിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് അത് ബാസ്ക്കറ്റ് ചെയ്യേണ്ടത്. റഷ് ചെയ്യേണ്ട ആവശ്യമില്ല, വലിച്ചെറിയരുത്. അതിൻ്റെ ഒരു എയിം ആദ്യം മനസ്സിലാക്കുക. ബോൾ പോകുമ്പോൾ അതനുസരിച്ച് ബാസ്ക്കറ്റ് ചെയ്യുക. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നോക്കി എറിയണേ. യെസ്, ലക്കാണ്. ആഹാ, ആഹാ, ആയ്. ഗുഡ് ഗോയിങ്. ആഹാ, ഗുഡ്. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 6 ബോൾ ഇട്ടാൽ മതി എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു, എങ്കിലും 8 എണ്ണം ഇവരിട്ടു. ഇവർക്ക് ലഭിക്കുന്നു 600 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം യൂഫ്രട്ടിസ്. ടീം യൂഫ്രട്ടീസ് വരൂ. ബെന്നി, എൻ്റെ ഒരു ഐഡിയ മനസ്സിലായല്ലോ. നോക്കൂ, അത് ബോൾ പോകുന്ന രീതി അനുസരിച്ച് അത് ഫോഴ്സ് ചെയ്ത് കൃത്യമായിട്ട് ബാസ്ക്കറ്റ് ചെയ്യുക.
ഈ ഇതിന് ഇപ്പുറത്ത് എവിടെ വേണമെങ്കിൽ നിൽക്കാം, അത് നിന്നിട്ട് എറിയുക. ഓക്കെ, Your time starts now. ശ്രദ്ധിച്ചെറിയുക, വെറുതെ എറിയല്ല. അവിടെ തന്നെ നിൽക്കണമെന്നില്ല, അടുത്തേക്ക് വരണമെങ്കിൽ വരാം, ഒരു കുഴപ്പമില്ല അതിന്. നോക്കി എറിയൂ, പതുക്കെ പതുക്കെ. സമയമുണ്ട്. അങ്ങനെ ടൈം എടുത്ത്. യെസ്, ഓക്കെ. Yes. സമയമുണ്ട്, 20 സെക്കൻഡിൽ താഴെ. ഓക്കെ ഓക്കെ, ആ ഓക്കെ, യെസ്. എല്ലാ ബോൾസും കഴിഞ്ഞു അല്ലേ? ശരി, 2 ആണ് നിങ്ങൾക്ക് ബാസ്ക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഇവർക്ക് ലഭിക്കുന്നു 200 പോയിന്റ്സ്. അടുത്തതായി വരുന്നു ടീം ഗിഹോൺ. ടീം ഗിഹോൺ ഈ ബോക്സിന്റെ അപ്പുറം എവിടെ വേണമെങ്കിൽ നിൽക്കാം. ഒരാൾക്കെറിയാം, 2 പേർക്കും ചേർന്നെറിയാം, എങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. 1 മിനിറ്റാണ് സമയം. റെഡിയല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓ, ആ ഗുഡ്. സമയമുണ്ട്. പ്രീതി ലക്ഷ്യമില്ലാതെ എറിയുന്നു. ഞാൻ എടുത്തരാം. ഇനി വേണം, വേഗം വേണം. ആ ഗുഡ്. യെസ്. 4 ബോളാണ് ഇവർക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചത്. ഇവർക്ക് ലഭിക്കുന്നു 400 പോയിന്റ്സ്. നമ്മുടെ ഈ ഗെയിം കളിക്കാൻ വരുന്ന ലാസ്റ്റ് കണ്ടസ്റ്റൻസ് ടീം ടൈഗ്രസ്. യെസ്. ചേട്ടന്റെ മെന്റലിസം എല്ലാം വർക്കൗട്ട് ആകുമോ എന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ശ്രദ്ധിച്ചെറിയുക. ശ്രദ്ധിച്ചതിന്റെ ഒരു ആ എയിമുണ്ട്. ഓക്കെ, ജസ്റ്റിസ്. അതാ സെൻട്രലിൽ തന്നെ കൊള്ളുന്ന രീതിയിൽ. അത്രയും പൊക്കണ്ട. ഓ, ബോൾ എടുക്കണം വേഗം. 13 സെക്കൻഡിൽ വന്നു. ജസ്റ്റ് മിസ്. ഒരു 3 വന്ന് തട്ടി, ഇതിന്റെ വക്കിൽ തട്ടിയാ പോയത്. ഒരു 3 ബാഡ് ലക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 3 ബാസ്ക്കറ്റ് ആവേണ്ടതാണ്. ബാഡ് ലക്ക്. ടീം ടൈഗ്രസ് നന്നായിട്ട് തന്നെ അവർ പ്ലേ ചെയ്തു, പക്ഷെ അവർക്ക് ഒന്നും ബാസ്ക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നോ സ്കോർസ്. ഈ റൗണ്ടിൽ അവർക്ക് മാർക്കൊന്നും ലഭിക്കുന്നില്ല. വെൽ പ്ലേഡ്, വെൽ ട്രൈഡ് കേട്ടോ. നമ്മുടെ ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ സ്കോർസ് ഇങ്ങനെയാണ്. ടീം പിഷോൺ വിത്ത് 600 പോയിന്റ്സ്. ടീം ഗിഹോൺ വിത്ത് 400 പോയിന്റ്സ്. ടീം യൂഫ്രട്ടിസ് വിത്ത് 200 പോയിന്റ്സ്.
ആൻഡ് നമ്മുടെ ടൈഗ്രസിന് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. ഒരിക്കലൊരിക്കൽ ഒരു കാക്ക ഒരു അപ്പക്കഷ്ണം പിടിച്ച് ഒരു മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതുവരെ ഒരു കുറുക്കൻ വന്നത്. കാക്കയുടെ വായിലിരിക്കുന്ന അപ്പക്കഷ്ണം കണ്ട് കുറുക്കൻ്റെ വായി വെള്ളമൂറി. ഹായ്, എങ്ങനെയെങ്കിലും ആ അപ്പക്കഷ്ണം തട്ടിപ്പറിച്ചെടുക്കണം. ഹലോ കാക്ക തമ്പുരാട്ടി, നീ എന്ത് സുന്ദരിയാ. ഏദൻ തോട്ടം പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് ഈ കൊച്ചുമിടുക്കി അന്നമോൾ. വരൂ. അടുക്കള പാചകം തോന്നുന്നല്ലേ? ഞങ്ങൾക്കുള്ള പാചകം വേണോ? ഒരാളും കൂടെ എന്റെ മൂത്ത പെങ്ങള് ഉണ്ട് ഇവിടെ. ഹായ് മോനെ, എന്തൊക്കെയുണ്ട്? തൊടുപുഴയ്ക്കടുത്ത് കരിങ്കുന്നം സ്വദേശികളായ മൈക്കിൾ ജിസ്മി ദമ്പതികൾ തങ്ങളുടെ മക്കളായ ജോക്കുട്ടനും അന്നമോൾക്കും ബൈബിളിലെ പുതിയ പുതിയ പാഠങ്ങൾ പകർന്നു നൽകി തങ്ങളുടെ മക്കൾക്ക് ബൈബിൾ പരിജ്ഞാനം നൽകുന്നതിൽ മാതൃക കാട്ടിയ ദമ്പതികൾ. ഏദൻ തോട്ടത്തിന്റെ ഫ്ലോറിൽ ഈ കുട്ടികൾ ബൈബിൾ ഭാഗങ്ങൾ പുതുമ നിറഞ്ഞ രീതിയിൽ പലവട്ടം അവതരിപ്പിച്ചത് നാമൊക്കെ ഓർക്കുന്നുണ്ടാകും. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാടുകീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 1:11 നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119:92 അങ്ങയുടെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു. തങ്ങളുടെ നാട്ടിൽ ഒരു ക്രഷർ യൂണിറ്റ് നടത്തുകയാണ് മൈക്കിൾ. ജിസ്മിയാകട്ടെ തന്റെ ജീവിത പങ്കാളിക്കും കുട്ടികൾക്കുമൊപ്പം സ്നേഹസമ്പന്നയായ ഒരു വീട്ടമ്മയും. ജീവിതത്തിൽ ബൈബിൾ പഠനത്തിനും ആത്മീയ കാര്യങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഈ കുടുംബം ജീവിത വിജയത്തിന് പ്രാർത്ഥന ഒരു അത്യാവശ്യ ഘടകമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ പുതിയ പുതിയ പാചകരീതികൾ പരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു ജിസ്മി. കൂട്ടിന് ഭർത്താവിന്റെ മൂത്ത ചേച്ചിയും. കണ്ടോ, കുട്ടികൾക്ക് കളിക്കൂട്ടുകാരായി ഇവരും ചേരുന്നു. പക്ഷികളെയും മൃഗങ്ങളെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഇവർ അവയെ പരിചരിക്കുന്നതിനും സമയം കണ്ടെത്തുന്നു. കരിക്കുന്നത്തിനടുത്ത് ജോസ് മൗണ്ട് സെയിന്റ് ജോസഫ് പള്ളി ഇടവകാംഗങ്ങളായ ഈ കുടുംബം എല്ലാ കാര്യങ്ങളിലും ഇടവക വികാരിയായ ഫാദർ ജോർജ് കൊട്ടാരത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ ഗുഡ്നസ് TV-യുടെ ഏദൻ തോട്ടം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് മൈക്കിളേട്ടൻ്റെ കുടുംബത്തിനും ആശംസകൾ നേരുകയാണ്. ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് അധികം കാലം ആകുന്നില്ല. ഈ കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഇടവകയിൽ ചാർജ് എടുത്തത്.
അപ്പോൾ ഈ ഒരു 5-6 മാസമായിട്ട് എനിക്ക് ഈ കുടുംബത്തെ അറിയാം. ഈ കൊറോണ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും സാധിക്കുമ്പോഴൊക്കെ കൂദാശകൾ സ്വീകരിക്കുവാനും മൈക്കിളേട്ടനും കുടുംബവും പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവർക്ക് ഒരു അവസരം കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. നമുക്കറിയാം ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ വചനത്തെ കൂടുതൽ അടുത്തറിയുവാനും അത് കൂടുതൽ മനസ്സിലാക്കുവാനുമെല്ലാം ഇത് ഈ കുടുംബത്തെ മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും മാത്രമല്ല ഇത് കാണുന്നവരെയും സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മൈക്കിളേട്ടനും കുടുംബത്തിനും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നന്ദി. വീട്ടുവിശേഷങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും കാണാം എന്നു പറഞ്ഞ് അവർ ഞങ്ങളെ യാത്രയാക്കി. നമ്മുടെ ഫൈനൽ സ്കോഴ്സിൻ്റെ സമയമാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ടീം പിഷോൺ ആൻഡ് ഗിഹോൺ വിത്ത് 1000 points. Team Euphrates with 650 points. And our team Tigris with 800 points. നമുക്കറിയാം ഈ 9th ലെവലിൽ ടോട്ടൽ 3 എപ്പിസോഡ്സ് ആണ്. അതിൽ ലോവസ്റ്റ് 4 ടീമാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്ത് പോവുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കിയുള്ള 12 ടീംസായിട്ടും നമ്മൾ പോകുന്നത് സെമി ഫൈനൽസിലേക്കാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഏറ്റവും ലോവസ്റ്റ് സ്കോർ ലഭിച്ച ടീം യൂഫ്രട്ടിസ് ആണ്. യൂഫ്രട്ടിസ് ആണ് ഏദൻ തോട്ടത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തൽക്കാലമായി മാറി നിൽക്കുന്നത് എന്നേ പറയാൻ കഴിയൂ. ഔട്ടായി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇനി എപ്പിസോഡ് പോവേണ്ടതുണ്ട്. അതിൽ നിങ്ങളെക്കാൾ മാർക്ക് കുറവ് ഏതെങ്കിലും പാർട്ടിസിപ്പൻറ്റ് വന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീണ്ടും ഇന്നാവും. ഇനി ആയില്ലെങ്കിലോ അതിനുവേണ്ടി നിങ്ങൾ രണ്ടാമത് ഈ വേദിയിൽ വരേണ്ടതില്ല എന്ന് തീരുമാനിച്ച് നിങ്ങളുടെ ഇതുവരെയുള്ള ഗുഡ്നസ് ടി വിയുടെ കൂടെ നിന്ന നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും മാനിച്ച് ഏദൻ തോട്ടത്തിലെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ മാനിച്ച് നിങ്ങൾക്ക് ഗുഡ്നസ് ടി വി ഒരു മെമൻറ്റോ നൽകുകയാണ്. ഞങ്ങളുടെ ഒരു ആദരം സ്നേഹത്തോടെ സ്വീകരിക്കും. താങ്ക് യു. ഏദൻ തോട്ടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ യാത്ര ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാ വിമർശനങ്ങളും തന്നെയാണ് എല്ലാവരെയും വളർത്തിയിട്ടുള്ളത്. സ്നേഹബുദ്ധിയാവുള്ള എല്ലാ വിമർശനങ്ങളും അത് വളർച്ചയ്ക്ക് കാരണമാണ്. നശിപ്പിക്കുന്ന അതല്ലെങ്കിൽ അകാരണമായ ഒരു വിമർശനവും ആരെയും വളർത്തില്ല. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും സംസാരിക്കാം. അത് മറ്റുള്ളവൻ്റെ നന്മയെ കരുതിയാവണം, അവൻ്റെ ഉയർച്ചയെ കരുതിയാവണം. അതുമാത്രമാണ് ദൈവികം. ഈ ഓർമ്മപ്പെടുത്തലോടെ ഞങ്ങൾ സ്വയം ഓർമ്മിച്ചുകൊണ്ടും ഏദൻ തോട്ടത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രയാണം ഇവിടെ പൂർണ്ണമാവുമ്പോൾ ഒരു ചിന്ത, ഒരു പ്രതീക്ഷ എന്താണ്? വീണ്ടും അടുത്ത ഏദൻ്റെ എപ്പിസോഡിൽ നമുക്ക് ഒരുമയോടെ ഒത്തുകൂടാം. ഇറ്റ്സ് മീ രാജേഷ് ചാക്യാർ ആൻഡ് രജനി രാജേഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഗുഡ് ബൈ. കമ്പ്യൂട്ടർ പ്ലീസ്. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ഓപ്ഷൻസ്: മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. സ്പിരിച്വൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു അഭിലാഷത്തെ തന്നെ ഓവർകം ചെയ്യാനുള്ള പവർ കിട്ടും. ഐസ്ക്രീം കഴിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളത് ആർക്കാണ്? എൻ്റെ സ്വന്തമാണ്, എൻ്റെ ഹാഫാണ്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ആളാണെന്നുള്ള ഒരു ചിന്ത ശരിക്കും ഉണ്ടെങ്കിൽ വേറെ എന്ത് ഇതിൻ്റെ ഇടയ്ക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നും ഒരു പ്രോബ്ലം ആവത്തില്ല. വീട്ടിൽ കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? കൂടുതൽ സംസാരം ആരാണ്?
വീട്ടിൽ കൂടുതൽ സംസാരം ആരാണ്?